الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബഖറയിലെ 207-ാമത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ ഓതി വെച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണല്ലോ നാം എല്ലാവരും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ നാം പ്രത്യേകമായി കാണുന്ന ഒരു പ്രയോഗമുണ്ട്. വമിനന്നാസി മൻ എന്നായിരിക്കും അതിന്റെ തുടക്കം. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ട ജീവിയായ മനുഷ്യർ പലതരത്തിലുള്ളവരാണ്. അങ്ങനെ ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് വമിനന്നാസി എന്ന് തുടങ്ങുന്ന പ്രയോഗങ്ങളുടെ ശേഷം കാണാൻ കഴിയുക. ഇനി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട്, അവര് ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും, പക്ഷെ അവർ വിശ്വാസികളല്ല. ഒരു രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ഒരു പരാമർശമാണ് വമിനന്നാസി. ജനങ്ങളിലുണ്ട് മൻ ചില ആളുകൾ, യശ്രീ നഫ്സഹു അവർ അവരുടെ സ്വന്തത്തെ വിൽക്കുന്നു, ഇബ്തിഗാഅ മർളാത്തില്ലാഹി അള്ളാഹുവിന്റെ തൃപ്തി അവന്റെ പൊരുത്തം മാത്രം തേടിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കാക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ തന്നെ വിൽക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്. വല്ലാഹു റഊഫും ബിൽ ഇബാദ് അള്ളാഹു അവന്റെ ദാസന്മാരോട് ഏറെ ദയയും കനിവും ഉള്ളവനാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം.
അപ്പൊ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ലക്ഷ്യമാക്കി ഏത് ത്യാഗം സഹിക്കാനും തന്റെ സ്വത്തും തന്റെ പ്രതാപവും മാത്രമല്ല സ്വന്തം ജീവൻ പോലും അള്ളാഹുവിന് വേണ്ടി ബലി കഴിക്കാൻ ഒരുക്കമുള്ള നിഷ്കളങ്കരും വിശിഷ്ട മനസ്കരുമായ ആളുകളെ പറ്റിയാണ് ഈ വചനത്തിന്റെ പ്രയോഗം. ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവർ മരണാനന്തര ജീവിത സൗഭാഗ്യത്തിന് വേണ്ടി നന്മകൾ വാരിക്കൂട്ടുന്ന സ്വഭാവക്കാരായിരിക്കും എന്നാണ് വളരെ ചുരുക്കത്തിൽ ഇതിന്റെ ഒരാശയം പറഞ്ഞാൽ. ഈ വചനം മഹാനായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവതരിച്ചതാണ് എന്നും അല്ല, ഇത് സുഹൈബിനെ പോലെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് എന്നും മുഫസ്സിറുകൾ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും സുഹൈബ് റളിയല്ലാഹു അൻഹു ഇതിലെ ഒരു പരാമർശ വിഷയമാണ്. അപ്പൊ അതിലൂടെ നമ്മൾക്ക് ഇതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യമായി കടന്നു വന്ന, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ശ്രേണിയിൽ ആ രൂപത്തിൽ നമുക്ക് വെക്കാവുന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മഹാനായ സഹാബിയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. ചരിത്രം പരിശോധിച്ചാൽ അറബി രാഷ്ട്രത്തിൽ നിന്ന് പുറത്തായി പറയുന്ന 3 ആളുകളുടെ പേരുകൾ പലരുമുണ്ട്. അതിൽ പ്രധാനമായി പറയപ്പെടുന്ന 3 ആളുകളുടെ പേരുകളുണ്ട്. ഒന്ന് സൽമാനുൽ ഫാരിസി, പേർഷ്യക്കാരനാണ്. 2 ബിലാലുൽ ഹബശി, അബസീനിയക്കാരനാണ്. മറ്റൊന്ന് സുഹൈബുർ റൂമി, റോംകാരനാണ്. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ അവരുടെ നാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ സുഹൈബ് റളിയല്ലാഹു അൻഹു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിലേക്ക് അസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം കടന്നു വന്നവരിൽ പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ശരിക്കും അദ്ദേഹം ഇറാഖുകാരനാണ്. ചെറുപ്പകാലത്തൊരു യുദ്ധത്തിൽ റോമക്കാർ അദ്ദേഹത്തെ പിടിച്ച് അടിമയാക്കി കൊണ്ടുപോയി. അങ്ങനെയാണ് റോമുമായി അദ്ദേഹത്തെ ചേർത്ത് പറയുന്നത്. കാലക്രമേണ അദ്ദേഹം അങ്ങനെ മക്കയിലെത്തി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തുടങ്ങുന്ന സന്ദർഭം. വളരെ കുറച്ച് ആളുകൾ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകനോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. സുഹൈബ് റളിയല്ലാഹു അൻഹു അതിൽ ആകർഷ്ടനായി. അദ്ദേഹം അത് അംഗീകരിച്ചു, വിശ്വസിച്ചു. പക്ഷേ അദ്ദേഹം ഒരു അടിമയാണ് എന്നുള്ള നിലയിൽ മക്കയിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരാരുമില്ല, ബന്ധുമിത്രാദികളില്ല, ആരുമില്ല. എല്ലാവരെയും ഉപദ്രവിക്കുമെങ്കിലും ഖുറൈശികൾ ഏറ്റവും കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ ഉപദ്രവിച്ചിരുന്നത് അടിമകളെയാണ്. മറ്റുള്ളവരെ ഉപദ്രവിച്ചില്ല എന്നല്ല. നബിയെ ഉപദ്രവിച്ചു, അബൂബക്കർ സിദ്ദീഖിനെ ഉപദ്രവിച്ചു, എല്ലാവരെയും ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഉപദ്രവത്തിനൊക്കെ ഒരു പരിധിയും പരിമിതിയും ഉണ്ടായിരുന്നു. എന്താ കാരണം? അവരൊക്കെ ഖുറൈശികളാണ്, അവരുടെ കുടുംബക്കാരുണ്ട്, അവരോട് തൊട്ട് കളിച്ചാൽ വിവരം അറിയും എന്നുള്ള നിലയിൽ കുറച്ചൊന്ന് കരുതിയാണ്, ജാഗ്രതയോടുകൂടിയാണ് അവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളത്. പക്ഷെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയും ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെയും സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ ഉപദ്രവിച്ചതിന് യാതൊരു ദയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഉപദ്രവം ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് ഈ സുഹൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിൽ വന്ന് ഈ ഉപദ്രവങ്ങളൊക്കെ സഹിക്കുന്നുണ്ടെങ്കിലും തനിക്കറിയാവുന്ന കച്ചവടം ചെയ്ത് കുറച്ച് സമ്പത്തൊക്കെ സമാഹിച്ചു. അങ്ങനെ ഹിജ്റയുടെ വേളയായി. ഹിജ്റ പോകാൻ വേണ്ടി എല്ലാവരും ഒരുമ്പെട്ട് പോകുമ്പോൾ നമുക്കറിയാം, രാത്രിയിൽ ഒളിച്ചും പാത്തും ഒക്കെ ആണല്ലോ പോയത് പലരും. സുഹൈബ് റളിയല്ലാഹു അൻഹു പോകാൻ ഒരുങ്ങി പുറപ്പെട്ടു. അപ്പൊ ഖുറൈശികൾ അറിഞ്ഞിട്ട് തടഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിമയാണല്ലോ, ആരും ഇല്ലല്ലോ, അതുകൊണ്ട് തടഞ്ഞിട്ട് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സുഹൈബേ, നീ ഈ മക്കയിൽ വരുമ്പോൾ പരമദരിദ്രനായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ല, ഭക്ഷിക്കാൻ ഒന്നുമില്ല, അത്ര ദരിദ്രനായിരുന്നു നീ. ഇപ്പം നിന്റെ കയ്യിൽ സമ്പത്തുണ്ട്. ഈ സമ്പത്ത് മുഴുവനും സമാഹരിച്ചത് ഈ മക്കയിൽ നിന്നാണ്.
ഇവിടെ കച്ചവടം നടത്തിയും ഞങ്ങളുമായി ഇടപാട് നടത്തിയൊക്കെ ഉണ്ടായ പൈസയാണ്, സമ്പത്താണ്. അതുകൊണ്ട് ഈ സമ്പത്തുമായി നിന്നെ മദീനയിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നീ എങ്ങോട്ടാണോ ലക്ഷ്യം വെച്ചത് അങ്ങോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു ആണ് എങ്കിൽ എല്ലാവരും ഹിജ്റ പോകുമ്പോൾ ആ ഹിജ്റയുടെ പ്രതിഫലം ഇങ്ങനെ മനസ്സിൽ വെമ്പൽ കൊള്ളുകയാണ്. അദ്ദേഹത്തിന് നന്നായി ആയോധന പാടവമുള്ള ആളാണ്, ഒന്നിന് രണ്ട് കൊടുക്കാൻ കെൽപ്പിറ്റ ആളാണ്, നല്ല അമ്പയത്തിൽ സമർത്ഥനാണ്. ഇതൊക്കെയായിട്ടും അദ്ദേഹം അതിനൊന്നും മുതിർന്നില്ല, അവരോട് എതിര് നിൽക്കാൻ മുതിർന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു, നിനക്കിനി പോയേ പറ്റൂ മദീനയിലേക്ക്, അല്ലെങ്കിൽ നീ എവിടേക്കാണോ പോകുന്നത് അവിടത്തേക്ക് പോകണം എങ്കിലേ പറ്റൂ എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, അങ്ങനെയാണ് നിന്റെ ധാരണയെങ്കിൽ നീ പോയിക്കോ. പക്ഷേ ഇവിടുന്ന് സമ്പാദിച്ച ഒന്നും നീ കൊണ്ടുപോകാൻ പാടില്ല, അതൊക്കെ അവിടെ ഇട്ടേക്കണം, ഇവിടെ തന്നിട്ടേ പോകാൻ പാടുള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു ഘട്ടം അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ സംജാതമാകുന്നു എന്നുള്ള ഭയമുണ്ട്. അങ്ങനെ ഇട്ട് പോകാൻ നമ്മൾ തയ്യാറാവുമോ? സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എല്ലാം നിങ്ങൾ എടുത്തു, എന്റെ മദീനയിലേക്ക് പോകാൻ അനുവദിച്ചാൽ മതി. എനിക്കെന്റെ വിശ്വാസവും എന്റെ ആദർശവുമാണ് വലുത്, ഞാൻ പോവുകയാണ്, ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തു. അങ്ങനെ ആണ് സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയത് എന്നാണ്. ആ വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, സുഹൈബ് ലാഭം നേടി, സുഹൈബിന്റെ കച്ചവടം ലാഭകരമായി എന്ന് പറഞ്ഞു എന്നാണ് ഈ വിവരം അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ വചനം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സൂചിപ്പിച്ചത്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ല. അള്ളാഹുവിന്റെ പൊരുത്തം, സമ്പത്തുണ്ട്, പലതുമുണ്ട്, അതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിട്ടിട്ട് പോകുന്ന ആൾക്കാർ, വേണ്ടി വന്നാൽ ഇനി ജീവനും കൂടി അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന മനോഭാവമുള്ള ആൾക്കാർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ളവരെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് സുഹൈബിലൂടെ നമുക്ക് പോകാം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അന്ന് ഇങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, പരലോക മോക്ഷമാണ്, അവിടുത്തെ സൗഭാഗ്യമാണ്, അതിനു വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്, ഇവിടുത്തെ നന്മകൾ സമാഹരിക്കുന്നതൊക്കെ അതിനു വേണ്ടിയാണ് എന്ന ചിന്തയുള്ളവരായിരുന്നു എല്ലാവരും. സുഹൈബിനെ നമ്മൾ കേട്ടു. അതുപോലെ കേൾക്കേണ്ട ഒരു ചരിത്ര സംഭവമാണ് ഒരു അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് മുസ്ലിമായി, പ്രവാചകനെ ഫോളോ ചെയ്തു, പിൻപറ്റി പ്രവാചകന്റെ അനുയായിയായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അങ്ങയോടൊപ്പം ഹിജ്റ പോകാൻ എനിക്കും ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബികളോട് ഹിജ്റ പോകുമ്പോൾ ഇദ്ദേഹത്തെ കൂടി പരിഗണിച്ചേക്കണമെന്ന് അവരോട് ഉപദേശിച്ചു, വസിയത്ത് ചെയ്തു. അങ്ങനെ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്ത് കിട്ടി, യുദ്ധാർജിത സ്വത്ത്. ആ സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭജിച്ചു. ഗനീമത്ത് സ്വത്ത് കിട്ടിയാൽ എന്ത് ചെയ്യണം? വഅലമു അന്നമാ ഗനിംതും എന്ന് തുടങ്ങുന്ന വചനം അതാണ് കുറിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തില്, പ്രവാചകന്, അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് എന്നൊക്കെ പറഞ്ഞതിന്റെ നിയമമുണ്ട്. ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്ത് എന്നാണ്. ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ശത്രുക്കൾ ഇട്ടേച്ചു പോകുന്ന സ്വത്ത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് സമാഹരിക്കുന്ന സ്വത്ത്. ആ സ്വത്ത് വിതരണം ചെയ്യണം. അങ്ങനെ വിതരണം ചെയ്തപ്പോൾ ഒരു ഓഹരി ഈ അറാബിയായ മനുഷ്യന് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ ഏൽപ്പിച്ചു. ഇദ്ദേഹമാണെങ്കിൽ യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ള മൃഗങ്ങളെ മേയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ് ഈ വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ. അദ്ദേഹം തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഈ ഓഹരി സഹാബികൾ അദ്ദേഹത്തിന് നൽകി. അപ്പൊ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് തരാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഗനീമത്ത്, യുദ്ധാർജിത സ്വത്താണ് എന്ന് പറഞ്ഞു.
അതും എടുത്തുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഇതെന്താണ് പ്രവാചകനെ? പ്രവാചകൻ മറുപടി കൊടുത്തു, ഇത് നിന്റെ ഓഹരിയാണോ ഗനീമത്ത് സ്വത്തിന്റെ? അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ഇതിനു വേണ്ടിയല്ല അങ്ങയുടെ അനുയായിയായത്, ഞാൻ ഇതിനു വേണ്ടിയല്ല ഈ കഠിനാധ്വാനം ചെയ്യുന്നത്, ഞാൻ വിശ്വാസിയായത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ തൊണ്ടക്കുഴിയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഇവിടെ അമ്പ് തറക്കണം, എന്നിട്ട് എനിക്ക് മരിച്ചു വീഴണം, എന്നിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. അതിനുവേണ്ടി മാത്രമല്ല, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു യുദ്ധമുണ്ടായി. യുദ്ധക്കളത്തിൽ നിന്ന് സഹാബികൾ ഇദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ സത്യസന്ധമായിട്ടാണ് നീ പറയുന്നതെങ്കിൽ നിന്റെ ആഗ്രഹം അള്ളാഹു സാക്ഷാത്കരിക്കും എന്ന് നബി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ ചുമന്നു കൊണ്ടുവന്ന റസൂലിന്റെ മുമ്പിൽ വെച്ചു. അത് ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ അമ്പ് തറച്ച് മരണപ്പെട്ടിട്ട്. അപ്പൊ റസൂൽ ചോദിക്കുന്നുണ്ട്, ഹുവ ആ വ്യക്തിയാണോ ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ സഹാബികൾ അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹ ഫസദഖഹു. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ സത്യസന്ധത പുലർത്തി, അള്ളാഹു അവനെ സംബന്ധിച്ചും സത്യസന്ധത പുലർത്തി, അവന്റെ ലക്ഷ്യം അള്ളാഹു സാക്ഷാത്കരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ثم كفنه النبي صلى الله عليه وسلم في جبة النبي صلى الله عليه وسلم. പ്രവാചകന്റെ ജുബ്ബ ഊരിയിട്ടതിൽ അദ്ദേഹത്തെ കഫം പൊതിഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു. സാധാരണ നമസ്കാരത്തിലെ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചതോടൊപ്പം തന്നെ റസൂൽ അവിടെ വെച്ചൊരു പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക ഫഖുതില ഷഹീദൻ അന ഷഹീദുൻ അലാ ദാലിക്. എന്തൊരു സൗഭാഗ്യമുള്ള മനുഷ്യനാണത്. സാധാരണ മയ്യത്ത് നിസ്കാരത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അതോടൊപ്പം പറഞ്ഞതാണ്. അത്ര റസൂൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയ ആളിനെ ആ പറഞ്ഞ വാക്കൊക്കെ റസൂലിന്റെ മനസ്സിലുണ്ട്. റസൂല് പറഞ്ഞത്, അല്ലാഹുവേ ഹാദാ അബ്ദുക, ഇതാ നിന്റെ ദാസൻ, ഖറജ മുഹാജിറൻ ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞു ഉപേക്ഷിച്ചു വന്ന പുറപ്പെട്ട ആളാണിവൻ. ഫഖുതില ഷഹീദ, രക്തസാക്ഷിയായി വധിക്കപ്പെട്ടിരിക്കുന്നു. വഅന ഷഹീദുൻ അലാ ദാലിക്, അതിന് ഞാൻ സാക്ഷിയാണ് അല്ലാഹുവേ, നീ സ്വീകരിക്കണേ എന്ന് പറയുന്ന, മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എന്തായിരിക്കും പ്രിയമുള്ളവരെ ആ മനുഷ്യന് കിട്ടുന്ന സൗഭാഗ്യം. അവർക്കൊന്നും ഈ ലോകം, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ, ഇവിടുത്തെ പദവികൾ, ഇവിടുത്തെ ആഡംബര ജീവിതം, ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ അതായിരുന്നില്ല അവർക്ക് ലക്ഷ്യം. നിഷ്കളങ്കമായി സത്യസന്ധമായി നന്മകൾ ചെയ്ത് സ്വർഗം പോവുക എന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഉടമകളായിരുന്നു അവർ മുഴുവൻ. രണ്ട് സംഭവങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്, നമ്മിൽ ജനങ്ങൾ ഇങ്ങനെയുള്ളവരുണ്ട്. നമ്മൾക്കാവുമോ, കഴിയുമോ? അല്ലാഹു അലം. അതുപോലെ നന്മയുടെ കാര്യത്തിൽ നന്മ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നന്മകൾ പ്രവർത്തിക്കാതെ സ്വർഗീയ സൗഭാഗ്യം കിട്ടൂല. അത് നന്മകൾ തന്നെ ആയിരിക്കണം. وأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇവിടെ കുറെ കാലം ജീവിച്ചു, ഇവിടുന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിലേക്ക് മയ്യത്തായി പോകുമ്പോൾ മൂന്നെണ്ണം ഉണ്ടാകും. ഒപ്പം മക്കളുണ്ടാകും, സമ്പത്തുണ്ടാകും, അമലുണ്ടാകും, എല്ലാം തിരിച്ചു പോകും. അമല് മാത്രമേ ഒപ്പം ഉണ്ടാവുകയുള്ളൂ. ആ അമല് അള്ളാഹുവിന്റെ തൃപ്തിക്ക് ലക്ഷ്യം വെച്ച് മാത്രം ചെയ്യുന്ന
ആകാൻ നമസ്കാരമായാലും വ്രതാനുഷ്ഠാനമായാലും ദാനധർമ്മങ്ങളായിരുന്നാലും ദക്കാത്തായിരുന്നാലും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഏതായിരുന്നാലും ശരി, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ മാത്രമേ അതിന് നമുക്ക് ലഭിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ. അല്ലാത്തതൊന്നും ഉപകാരപ്പെടില്ല. അങ്ങനെ ആകാൻ നമ്മൾ ശ്രമിക്കുക, അതേ നമുക്ക് കഴിയും. മറ്റൊരു സൽക്കർമ്മങ്ങളോടുള്ള നന്മകളോടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ നന്മയാണെന്ന് കരുതി പലതും വാരിക്കൂട്ടി ചെയ്യുക. അതിനൊന്നും ഖുർആന്റെ പിൻബലമുണ്ടാവില്ല, പ്രവാചകന്റെ സുന്നത്തിന്റെ പിൻബലമുണ്ടാവില്ല. എല്ലാം അങ്ങോട്ട് ചെയ്യും, നന്മയാണെന്ന് സ്വയം വിചാരിച്ചങ്ങോട്ട് ചെയ്യും. അത് ചിലപ്പോൾ മെഹറാജിന്റെ നോമ്പായിരിക്കും, അല്ലെങ്കിൽ ഷഅബാൻ 15ന്റെ ബറാത്ത് ആഘോഷമായിരിക്കും, അല്ലെങ്കിൽ മീലാദുൻ നബി ആയിരിക്കും, അല്ലെങ്കിൽ നമസ്കാരാനന്തര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയായിരിക്കും, അവസരത്തിലും അനവസരത്തിലുമുള്ള യാസീനും ഖുർആനോദലുമായിരിക്കും, പ്രാർത്ഥനകളുമായിരിക്കും. ഇതിലൊന്നും ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല. നിസ്കാരമല്ലേ, നോമ്പല്ലേ, പ്രാർത്ഥനയല്ലേ, യാസീനല്ലേ എന്ന് പറഞ്ഞ് സായുജ്യമടയുന്ന അവസ്ഥ. ആ നിലയിൽ നന്മകളെ സമീപിച്ചുകൂടാ. അതിന്റെ ഒന്നും പ്രതിഫലത്തിന് നമുക്ക് അർഹതയില്ല. കാരണം ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നല്ലതാകണമെങ്കിൽ പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടാകണമെങ്കിലേ പറ്റൂ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ തുടങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ ആ വചനങ്ങൾ നമ്മളെ ഉണർത്തുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നന്മകൾ, ആ നന്മകൾ പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടി മാത്രമേ ചെയ്യാവൂ. അതേ സ്വീകരിക്കപ്പെടുകയുള്ളൂ അല്ലാഹുവിന്റെ അടുത്ത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരു വചനമുണ്ട്, പലപ്പോഴും നമ്മൾ എടുത്ത് ഉദ്ധരിക്കാറുള്ളതാണ്. ഇന്നല്ലാഹ ലാ യഖ്ബലു ഖൗലൻ ബിലാ അമൽ. അമലില്ലാത്ത ഖൗൽ അല്ലാഹു സ്വീകരിക്കൂല. വലാ അമലൻ ബിലാ ഇഖ്ലാസ്. ഇഖ്ലാസ് ഇല്ലാത്ത പ്രവൃത്തിയും അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ ശൈഅൻ ബിൽ ജുംല. മൊത്തത്തിൽ ഒരു കാര്യവും അല്ലാഹു സ്വീകരിക്കുകയില്ല. വൈറ മുവാഫിഖിൻ ലികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനോടും പ്രവാചകന്റെ ചര്യയോടും യോജിക്കുന്നതല്ലാത്ത ഒന്നും സ്വീകരിക്കൽ. ഇതാരാ പറഞ്ഞ? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരും പഠിച്ചവരുമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതൊക്കെ നന്മയാണ്, ഇതിനൊക്കെ പടച്ചവൻ കൂലി തരും എന്ന് വിചാരിച്ച് നന്മകൾ ചെയ്തു കൂട്ടിയിട്ട് കാര്യമില്ല. അതൊക്കെ അവസാനം ഖേദമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് നാം ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നന്മകൾ എന്ന് പറഞ്ഞ് കുറെ ചെയ്തു കൂട്ടലല്ല, ചെയ്യുന്ന നന്മകൾ കുറ്റമറ്റതും ഇഖ്ലാസോടു കൂടിയും തികഞ്ഞ നിയ്യത്തോടു കൂടിയും പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടിയുള്ളതുമായിരിക്കുക. ഇനി നന്മകളെ സംബന്ധിച്ച് പറയുമ്പോൾ ബാഹ്യമായി പരസ്യമായി നന്മ ചെയ്യും, രഹസ്യമായി തിന്മകളും ചെയ്യും. അതും ആയിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗബാൻ റളിയല്ലാഹു എന്ന് പറയാണ്, ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ചില ആളുകളെ എന്റെ ഉമ്മത്തികളിൽ നിന്ന് എനിക്കറിയാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവർ ഖിയാമത്ത് നാളിൽ വരും. ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ ബൈളാ. തിഹാമ പർവ്വതം പോലെ വ്യക്തമായി തെളിഞ്ഞു കാണാവുന്ന നിലയിലുള്ള ഒരുപാട് അമലുകളുമായി നന്മകളുമായി അവർ വരും. പക്ഷേ അല്ലാഹു അതൊക്കെ ധൂളികളാക്കി മാറ്റും. എല്ലാ സൽക്കർമ്മങ്ങളും ആയിട്ടാണ് വരിക, പക്ഷെ പടച്ചവൻ അതിനൊരു വിലയും കൊടുക്കൂല. അപ്പൊ ഈ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ. അവരാരാണെന്നൊന്ന് പറഞ്ഞതാ, ഒന്ന് വർണ്ണിച്ചതാ, ഒന്ന് വ്യക്തമാക്കിത്താ. എന്തിനാണ്? അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. ഞങ്ങൾ അറിയാതെ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ അവരുടെ സ്വഭാവം എന്താണ് എന്നൊന്നങ്ങ് വിശദീകരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും. അവര് നിങ്ങളുടെ സഹോദരന്മാര് തന്നെയാണ്.
വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരുമാണ്, നിങ്ങളുടെ ഒപ്പമുള്ളവരാണ്, നിങ്ങളുടെ സഹോദരന്മാരാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, രാത്രി സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തഹജ്ജുദ് ഉൾപ്പെടെയുള്ള സർവ്വ ആരാധനാ കർമ്മങ്ങളും ചെയ്യുന്നവരുമാണ്. പ്രിയമുള്ളവരെ, ആ വർണ്ണന ഒന്ന് നോക്ക്. നമ്മൾ എല്ലാ നന്മകളും ചെയ്യും, രാത്രിയിൽ തഹജ്ജുദ് വരെണ്ടാകും. പക്ഷേ വലാകിന്നകും അഖ്വാമൻ, പക്ഷേ അവർ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമായി തനിച്ചായി കഴിഞ്ഞാൽ എല്ലാം പിച്ചി ചീന്തി എറിയും. രഹസ്യമായി അല്ലാഹുവിനെ ഭയമില്ല, പരസ്യമായി നന്മകളോട് കൂറ്, രഹസ്യമായി സമയം കിട്ടുമ്പോഴെല്ലാം തിന്മകൾ ചെയ്തു കൂട്ടുക. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മുടെ കൈകളിലേക്ക് ഏകാന്തമായി കിട്ടുമ്പോൾ പടച്ചവനെയൊക്കെ മറന്നുകൊണ്ട് പലതും ആസ്വദിക്കുന്നവരാണ് നമ്മിൽ പലരും. അത് പടച്ചവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പോലും ഉണ്ടാകും. ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് റീലിന്റെ യുഗമാണ്, റീലുകളുടെ യുഗമാണ്. റിയൽ ഇല്ല, റീലാണുള്ളത്. എന്നിട്ട് റീലിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. കണ്ടതും കേട്ടതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ. അത്രയും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് റസൂൽ ഇവിടെ താക്കീത് ചെയ്തത്. തിഹാമ പർവ്വതത്തിന് സമാനമായ ഹസനാത്തുകൾ നന്മകളുമായിട്ടായിരിക്കും വരിക. പക്ഷെ പടച്ചവൻ അതിനൊരു വിലയും കൊടുക്കില്ല. വില കൊടുക്കാതിരിക്കാൻ കാരണം രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവില്ല. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. സംഭവിക്കാൻ മനുഷ്യരാണ് നമ്മളൊക്കെ. പടച്ചവനെ, ഞാൻ മുൻകൂട്ടി ചെയ്തത്, ഞാൻ പിന്തിച്ച് ചെയ്തത്, വമാ അസ്റർതു, ഞാൻ പരമരഹസ്യമായി ചെയ്തത്, വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തത്, എല്ലാം എനിക്ക് നീ പുറത്തു തരണേ. അർത്ഥം അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമസ്കാരത്തിലെ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ ഗണത്തിലായിരിക്കും ഞാനും നിങ്ങളും ഉണ്ടാവുക, അധികവും ഇല്ലാത്തവരുണ്ടാകാം. അതാണ് നന്മയോടും തിന്മയോടുമുള്ള സമീപനത്തെ കുറിച്ച് പറഞ്ഞത്. പിന്നെ വേറൊരു വിഭാഗത്തെ കാണാം, അവർക്ക് നന്മ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നന്മ ചെയ്യാൻ ഒരുപിടി ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള തൗഫീക്ക് ലഭിക്കാത്ത ആൾക്കാർ. അള്ളാഹിന്റെ തൗഫീക്ക് ഉണ്ടെങ്കിലേ എന്തും ചെയ്യാൻ കഴിയുള്ളൂ. ഇവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, എനിക്ക് ധർമ്മം ചെയ്യണം, കൊടുക്കൂല. എന്തേ? പടച്ചോന്റെ തൗഫീക്കില്ല. എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ചെയ്യുന്നില്ല. എന്തേ? റബ്ബിന്റെ തൗഫീക്കില്ല. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദഅവത്തിന്റെ സന്ദർഭത്തിൽ ജനങ്ങളോട് ഉണർത്തുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സാധാരണ വഅളുകൾ പ്രഭാഷണങ്ങൾ തുടങ്ങുമ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ ഇതെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹ് മാത്രമാണ് എൻ്റെ കഴിവിന്റെ പരമാവധി, എന്നാൽ തൗഫീഖ് അല്ലാഹുവിൽ മാത്രമാണ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു, എൻ്റെ തവക്കുൽ അവനിലാണ്, വഇലൈഹി ഉനീബ്, അവനിലേക്കാണ് ഞാൻ മടങ്ങിയെത്തുക എന്ന അർത്ഥം വരുന്ന അത് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത് നമുക്ക് കാണാം. അപ്പൊ തൗഫീഖും കൂടി വേണം ഇതിനൊക്കെ. കുറ്റമറ്റ നമസ്കാരം കൃത്യമായി നിറവേറ്റണോ, അതിന് തൗഫീഖ് കിട്ടണം, ഇല്ലെങ്കിൽ ചെയ്യൂല. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, 5 പൈസ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാൻ വേണ്ടി ഉപയോഗിക്കൂല. എന്തേ? മനസ്സില്ല കൊടുക്കാൻ. ആ മനസ്സ് വരണമെങ്കിൽ എന്ത് വേണം? അതിനെക്കുറിച്ച് ആഗ്രഹം വേണം, അത് ചെയ്യേണ്ടതാണുള്ള ബോധം വേണം, റബ്ബിന്റെ അനുഗ്രഹമാണെന്നുള്ള ബോധ്യമുണ്ടാകണം, കൊടുക്കണം എന്നുള്ള ചിന്ത വേണം. അപ്പ കൊടുപ്പിക്കൂ അല്ലാഹ്, ഇല്ലെങ്കിൽ കൊടുപ്പിക്കൂല. അപ്പൊ ഇനി അല്ല എനിക്ക് തൗഫീഖ് തരാത്തത് കൊണ്ട് ഞാൻ ചെയ്യാത്തതാണ് നാളെ ഇനി എന്നോട് ആരും പറയണ്ട. ഇതൊക്കെ ഇതിൽ പെടുന്ന കാര്യങ്ങളാ. ആരും അത് പറഞ്ഞ് നടക്കുകയും വേണ്ട. നിസ്കരിക്കാത്തത് എന്താ? അല്ലാഹ് തൗഫീഖ് തന്നില്ല, നീ നാളെ മറുപടി പറയാല്ല.
പള്ളിയിൽ വരാത്ത എന്താ? അള്ള തൗഫീഖ് തന്നില്ല. സദഖ കൊടുക്കാത്ത എന്താ? അള്ള തൗഫീഖ് തന്നില്ല. അത് പറയാനല്ല പറഞ്ഞത്. എന്ത് ചെയ്യണമെങ്കിലും റബ്ബിന്റെ തൗഫീഖ് കൂടിയേ തീരും. അത് കിട്ടാത്ത കൊണ്ട് നന്മ ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട് എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. ഇനി ഒരു വിഭാഗമുണ്ട്. അതെന്താണെന്നറിയാം? അവർ പൂർണ്ണമായും തിന്മകളാൽ വലയം ചെയ്യപ്പെട്ടവരായിരിക്കും. നന്മയെക്കുറിച്ച ചിന്തയേ ഉണ്ടാവില്ല. ഒരു നന്മയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവില്ല. രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയും, ചിലപ്പോൾ ഉറക്കത്തിൽ പോലും, കിടക്കയിൽ പോലും അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു നിരോധിച്ചിട്ടുള്ള അത്തരം തിന്മകളാൽ വലയം ചെയ്ത ആളുകൾ, അത്തരം ആൾക്കാരെ കുറിച്ച് ഒന്നേ ഖുർആന് പറയാനുള്ളൂ. ബല മൻ കസബ സയ്യിഅത്തൻ വഅഹാതത ബിഹി ഖതിയതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അങ്ങനെ തിന്മകൾ ചെയ്യുകയും ആ തിന്മകളാൽ വലയം ചെയ്യപ്പെട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ നരകാവകാശി തന്നെയാണ്, അതിൽ ശാശ്വതരായിരിക്കും. ഈ പറഞ്ഞ 5 സ്വഭാവങ്ങൾ, 5 എണ്ണമാണെന്ന് തോന്നി ഞാൻ പറഞ്ഞത്. 1, സത്യസന്ധമായി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നന്മ ചെയ്യുക. 2, നന്മയാണെന്ന് കരുതി ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക. 3, ബാഹ്യമായി നന്മ ചെയ്യുക, അവസരം കിട്ടിയാൽ ഒറ്റയ്ക്കാകുമ്പോൾ, തനിച്ചാകുമ്പോൾ തിന്മ ചെയ്യുക. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നില്ല. ജീവിതകാലം മുഴുവനും തിന്മകളാൽ വലയം ചെയ്യപ്പെട്ട് തൽഫലമായി നരകശിക്ഷയ്ക്ക് ശാശ്വതമായി തീർന്നവർ. ഇതിൽ ഞാനും നിങ്ങളും എവിടെ നിൽക്കണം എന്ന് മാത്രം ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച് രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് നന്മകളാൽ ജീവിതം മുഖരിതമായി അള്ളാഹുവിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആ ഗണത്തിൽപ്പെട്ടവരായി തീരാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ അജ്ഞാനവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു വചനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് തന്നെ. സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. വേറെ പല രൂപത്തിൽ ഈ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅൻ, ഉപകാരമുള്ള അറിവ്. അതിലൂടെ മാത്രമേ ആ ദിവസം അങ്ങോട്ട് ശരിയാവുകയുള്ളൂ, ജീവിതവും ശരിയാവുകയുള്ളൂ. രണ്ടാമത് വരിസ്ഖൻ തയ്യിബൻ, നല്ല ആഹാരം, പോഷക സമൃദ്ധമായ ആഹാരം എന്നല്ല പറഞ്ഞത്, ഹറാമല്ലാത്ത, നിഷിദ്ധമല്ലാത്ത, അള്ളാഹു വിരോധിച്ചിട്ടില്ലാത്ത തയ്യിബായ ആഹാരം. ഒരു വിശ്വാസിയുടെ ഒരു രാവിലത്തെ പ്രാർത്ഥനയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. വഅമലൻ മുതഖബ്ബല, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. സ്വീകരിക്കപ്പെടുന്ന അമലുകൾ സ്വീകരിക്കപ്പെടാതെ രക്ഷയില്ല. കുറെ ചെയ്തു കൂട്ടിയിട്ട് കാര്യമേ ഇല്ല. അതുകൊണ്ട് ചെയ്യാതിരിക്കുക എന്നല്ല പറഞ്ഞത്, ചെയ്യണം. പക്ഷെ അത് ചെയ്ത് സ്വീകരിക്കുന്നതിനുള്ള നിബന്ധനകളും പാലിക്കണം. ഇതുപോലുള്ള പ്രാർത്ഥനകളും ഉണ്ടാകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. വളരെ ചുരുങ്ങിയ ചെറിയ പ്രാർത്ഥനയാണ്. ഓരോ ദിവസവും സുബഹിക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയും കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുക. അപ്പൊ ആ ദിവസം ആ നിലയിൽ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ഈ നിലയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതം ധന്യമാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.
അതിന് ഏറ്റവും ഇപ്പൊ പരിശുദ്ധ റമദാന്റെ കവാടത്തിലേക്ക് നാം അടുക്കുകയാണ്. ശഅബാൻ മാസമായി കഴിഞ്ഞു. റമദാന്റെയും റജബിന്റെയും ഇടയിൽ മനുഷ്യർ അശ്രദ്ധമാകാറുള്ള മാസമാണ് ശഅബാൻ എന്നും ഈ മാസത്തിൽ കഴിവിന്റെ പരമാവധി നന്മകൾ അധികരിപ്പിക്കണമെന്നും ഒക്കെ ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ നാളുകളിലാണുള്ളത്. വളരെ പ്രതീക്ഷയോടെ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം പൊറുക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടി ആ ധന്യമായ നാളുകളെ കാത്തിരിക്കുകയാണ് നാം ഏവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെത്തിപ്പിടിക്കാനും നന്മകൾ വർദ്ധിപ്പിക്കാനും പാപങ്ങളിൽ നിന്ന് മുക്തരായി മരണപ്പെടുവാനും എന്നെയും നിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള സർവ്വ തൗഫീഖും അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ അറിയുന്ന പലരും ഈ കഴിഞ്ഞ ദിവസങ്ങളായി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള കൊച്ചിയിൽ ഒരു ഷഹീദുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പിതാവൊക്കെ കൊച്ചിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച, ഒരുപാട് ദുരിതങ്ങൾ സഹിച്ച, ഉപദ്രവങ്ങൾ ഏറ്റ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പള്ളിയിലൊക്കെ സാധാരണ വരാറുണ്ടായിരുന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലൊക്കെ സാധാരണ നമസ്കരിക്കാൻ വന്നുകൊണ്ടിരുന്ന, നമ്മളൊക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ള, നമ്മളൊക്കെ അറിയുന്ന, നമ്മളെ അറിയുന്ന ഒരു സഹോദരൻ 2-3 ദിവസമായി, ഏതാണ്ട് ഒരു 4-5 ദിവസമായി വെന്റിലേറ്ററിൽ കഴിയുകയാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധുമിത്രാദികളും ഒക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വീണ്ടും നമ്മളോടൊപ്പം എത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.